നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. ഇതൊരു കർണാടക റെസിപ്പിയാണ്. അതുപോലെ ഇത് പൊഹ അവലക്കി എന്ന് പറഞ്ഞിട്ട്, പൊഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അവലാണ്. നമുക്കിത് ചുമന്ന അവലോ അല്ലെങ്കിൽ വെളുത്ത അവലോ വെച്ച് നമുക്കിത് തയ്യാറാക്കാം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 2 കപ്പ് അവല് വേണം. അതുപോലെ തന്നെ ഇത് സാലഡ് കുക്കുംബർ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു മുഴുവൻ സാലഡ് കുക്കുംബർ, തൊലി കളയേണ്ട ആവശ്യമില്ല. പിന്നെ തേങ്ങ ചിരവിയത് വേണം 1/4 കപ്പ്. കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1 നുള്ള്, പൊട്ടുകടല 1 ടീസ്പൂൺ, ചെറുപയർ പരിപ്പ് അതും 1 ടീസ്പൂൺ. ഇത് പീനട്ട്സ് ആണ്, നിലക്കടല, അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഇഞ്ചി വേണം ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ. കാന്താരിമുളക് ഞാൻ എടുത്തേക്കുന്നത് ഒരു 2-3 എണ്ണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേണം. ഇനി ഈ പൊഹ അവലക്കി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഈ അവലിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമ്മളൊന്ന് വെള്ളം കളഞ്ഞൊന്ന് വെക്കണം. ഇനി ഈ അരിപ്പയിലേക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞ്, ഈ അവലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർന്ന് കിട്ടും. ഇനി ഈ വെള്ളം ഒന്ന് പ്രസ് ചെയ്ത് നമ്മളൊന്ന് കളഞ്ഞ് ഒരു ബൗളിലേക്ക് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയതാണ്, ഇതൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ്, ഇത് ചേർക്കാം ഈ കുതിർത്ത അവലിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് സാലഡ് കുക്കുംബർ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതും ചേർക്കാം. ഇത് 3ഉം നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. ഇനി നമുക്കൊരു പാത്രത്തിൽ കടുക് പൊട്ടിക്കണം. അതിന് നമ്മൾ കുറച്ച് എണ്ണ ചേർത്തു. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ചേർത്ത് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു നമുക്കിനി ചെറുപയർ പരിപ്പ് ചേർക്കാം. അതുപോലെ തന്നെ പൊട്ടുകടല 1 ടീസ്പൂൺ, അതും ചേർക്കാം. പിന്നെ കടല, നിലക്കടലയാണിത്, ഇതും ചേർക്കാം. ഇതൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില, ഇതൊക്കെ ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന അവലും സാലഡ് കുക്കുംബറും തേങ്ങ ചിരവിയതും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചേർക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. നമ്മളിന്ന് തയ്യാറാക്കിയത് പൊഹ അവലക്കിയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.